ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. കോവളം ഒഴികെ 3 സീറ്റുകളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് സോഷ്യലിസ്റ്റ് ജനതാദൾ. വേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോവുകയാണെന്ന് ദൾ നേതാവ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ചിറ്റൂരിൽ അഡ്വക്കേറ്റ് മുരുകദാസ്, തിരുവല്ലയിൽ മാത്യു ടി തോമസ്, എറണാകുളത്ത് സാബു ജോർജ് എന്നിവർ മത്സരിക്കും. മുരുകദാസിനെയാണ് മത്സരിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. മുരുകദാസ് നേരത്തെ വിദ്യാർത്ഥി യുവജനത ജില്ലാ സംസ്ഥാന ഭാരവാഹിയായും പ്രവർത്തിച്ച സംഘടനാ പാഠവും തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. കേരള വാട്ടർ അതോറിറ്റി ബോർഡിലും കേരള വൈദ്യുതി ബോർഡിലും ഡയറക്ടറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിലും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിലും പ്രസിഡന്റായി പ്രവർത്തിച്ച തൻ്റെ ഭരണപാഠവും തെളിയിൽപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹമായിരിക്കും ചിറ്റൂരിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക. അങ്കമാലി സീറ്റിന് പകരം ഞങ്ങൾ ഇത്തവണ എറണാകുളത്തെയാണ് മത്സരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ധാരണപ്രകാരം അവിടെ പാർട്ടിയുടെ മറ്റൊരു ജനറൽ സെക്രട്ടറി ശ്രീ സാബു ജോർജിനെയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം കിൽഫ്രയുടെ ചുമതല വഹിച്ച് വിജയകരമായ ചുമതല നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സ്ഥാനം രാജിവെച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്നത്. കേരള വിദ്യാർത്ഥി ജനതാ പ്രവർത്തകനായി സെന്റ് ആൽബർട്ട്സ് കോളേജിൽ പ്രവർത്തനം ആരംഭിച്ച് യുവജനതയുടെ ഭാരവാഹിയായും ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിക്കുന്നു. കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായും പ്രവർത്തിച്ച് തൻ്റെ സംഘടനാ പാഠവും ഭരണനൈപുണ്യവും തെളിയിച്ച ഒരു വ്യക്തിയാണ്. തിരുവല്ല സീറ്റിൽ മത്സരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് ആണ്. 25ാമത്തെ വയസ്സിൽ നിയമസഭയിലെത്തി പ്രഗത്ഭനായ ഒരു പാർലമെന്റേറിയനും ഭരണകർത്താവുമായി കേരളം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്. മാത്യു ടി തോമസിനെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഐ മത്സരിക്കുന്ന 4ാമത്തെ സീറ്റായ കേരളത്തിലെ സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന് സംബന്ധിച്ച് കുറച്ചുകൂടി ചർച്ചകൾ നടക്കേണ്ടതുകൊണ്ട് ആ ചർച്ചകൾ പൂർത്തീകരിച്ച് നാളെ ആ തീരുമാനം പ്രഖ്യാപിക്കുന്നതാണ്. കോവളം സീറ്റിൽ തർക്കമുണ്ടെന്നും ഉടൻ പരിഹരിക്കുമെന്നും മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഭക്ഷണമില്ലാതെ പ്രതിദിനം 2500 കുട്ടികളാണ് രാജ്യത്ത് മരിക്കുന്നത്. കുട്ടികളുടെ മരണത്താൽ 30% ഇന്ത്യയിലാണ്. ദാരിദ്ര്യരേഖ സൂചികയിൽ ഇന്ത്യ ബഹുദൂരം പുറകിലാണ്. സോഷ്യലിസത്തെക്കുറിച്ച് പറയാൻ നേരമില്ലാത്ത സ്ഥിതിയാണ്. രാജ്യസമ്പത്ത് 4 വ്യക്തികളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണെന്നും കൃഷ്ണൻകുട്ടി പറഞ്ഞു. സ്ഥാനാർത്ഥി മുരുകദാസ്, ജില്ലാ പ്രസിഡന്റ് ഗോപിനാഥ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സോഷ്യലിസ്റ്റുകൾ ചില ഭിന്നിച്ച് നിൽക്കുകയാണ്. ഇപ്പം എന്താ പറയുക, സോഷ്യലിസം തന്നെ ആർക്കും പറയാനായിട്ടില്ല. അപ്പോൾ ഒരു ദിവസം 2400 കുട്ടികളാണ് പോഷകാഹാരമില്ലാണ്ട് മരിക്കുന്നത്. ആരും ചർച്ച ചെയ്യുന്നില്ല. ലോകത്തിൽ 30% ദരിദ്രരായ കുട്ടികൾ ഇന്ത്യയിലാണ്. അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഹങ്കർ ഇൻഡെക്സിൽ 95-ൽ 55ാമത്തെ റാങ്കായിരുന്നു. ഇപ്പം 116ാമത്തെ റാങ്കാണ്. അതാരും ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ സോഷ്യലിസ്റ്റിനും ഭരണഘടനയിൽ എഴുതി വെച്ച രാജ്യമാണ്. ഏറ്റവും വലിയ ആളുടെ സ്വത്തിൻ്റെ ഒപ്പം എത്തണമെങ്കിൽ 964 കൊല്ലം പണിയെടുക്കണം, എന്നാലേ എത്തുള്ളൂ. അതാണ് ഇപ്പോൾ വ്യത്യാസം. സ്വത്ത് മുഴുവൻ കേന്ദ്രീകരിച്ച് 4-5 ആളുടെ കയ്യിലേക്ക് ഇത് മാറുകയാണ്. അപ്പം ഇതിനെതിരായി ചിന്തിക്കുന്ന ആളുകളെ ഇല്ല. ദാരിദ്ര്യം ചർച്ച ചെയ്യാകുന്നില്ല. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ സോഷ്യലിസ്റ്റുകളുടെ ഐക്യം വന്നില്ലെങ്കിൽ ഇന്ത്യ രാജ്യം ജനാധിപത്യം പേരുണ്ട്. ജനാധിപത്യം പേര് എന്നല്ലാതെ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് എന്താ അധികാരമുള്ളത്? Time Kids Preschool, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.